ഹലോ മുത്തുമണികളെ, എല്ലാവർക്കും ഹായ്. അപ്പോഴേ നമ്മൾ നാളെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ പാക്കിങ്ങിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ ഒരു പാക്കറ്റിനകത്ത് വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. നമ്മുടെ ചെറുമണി അരി ആണ് നമ്മൾ മേടിച്ചേക്കുന്നത്. 5 കിലോ അരി. 5 കിലോ അരി, അതിൻ്റെ കൂടെ സാമ്പാർ കിറ്റ് ഒരെണ്ണം, സാമ്പാർ പൊടി, അതുപോലെ പപ്പടം, പഞ്ചസാര, പിന്നെ ഇത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചായപ്പൊടി, പിന്നെ പരിപ്പ്, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ അവിടെയല്ലേ, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ബുക്കുകളുണ്ട്, പേനയുണ്ട്, പിന്നെ ഒരു 3-4 കുടയുണ്ട്. കുട നമ്മൾ രാവിലെ കിട്ടുള്ളൂ. നമ്മൾ രാവിലെ പോകുമ്പോൾ മേടിക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന കിറ്റ് കേട്ടോ. പിന്നെ സോപ്പുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ബേക്കറി ഐറ്റംസുകൾ, ബിസ്ക്കറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ സോപ്പുണ്ട്. സോപ്പ് ഞാൻ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്മെല്ലാവില്ല. അപ്പോൾ ഞാനിങ്ങനെ കവറിനകത്ത് കെട്ടിയിട്ട്, ഇതല്ലേ സോപ്പാണേ, കവറിനകത്ത് കെട്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുകയാണ്. അപ്പോൾ ഈ ഇതും കൂടി വരും കേട്ടോ ഇതിനകത്ത്, സാമ്പാർ കഷ്ണം. ഇതാണ് നമ്മൾ ഒരു വീട്ടുകാർക്ക് കൊടുക്കുന്ന, പഞ്ചസാര വെച്ചായിരുന്നു ഇതിനകത്ത്. ഇതാണ് നമ്മൾ ഒരു ഫാമിലിക്ക്, ഒരു വീട്ടിൽ കൊടുക്കുന്ന ഒരു കിറ്റ്. പക്ഷെ എനിക്ക് ജസ്റ്റ് ഒരു സംഭവം കൂടെ മിസ്സായിരുന്നു. ഒരു മാവ്, അതായത് ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ പച്ചരി, ഉഴുന്നോ, അങ്ങനെ എന്തൊരു ഐറ്റംസും കൂടി ആഡ് ചെയ്യേണ്ടതായിരുന്നു. പിന്നീട് എനിക്കത് മനസ്സിലായത്, അതോടെ വെക്കായിരുന്നു എന്നുള്ളത് കേട്ടോ. നമുക്കിനി അത് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അപ്പം ഇതാണ് ഒരു വീട്ടിലേക്ക് വരുന്ന കിറ്റുകൾ. അപ്പം ഇനി ഇതെല്ലാം ഞങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കാനുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു, പിള്ളേരും അനീതിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇതൊക്കെ ഇത്രയും സെറ്റ് ചെയ്ത് തന്നു. ഇപ്പോൾ ബാക്കി നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഞങ്ങൾക്കൊരു 15 വീട്ടുകാർക്കാണ് ഞങ്ങൾ കൊടുക്കാനുള്ളൊരു എമൗണ്ടും കാര്യങ്ങളും ആയിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ സാധനം എല്ലാം മേടിച്ചപ്പോൾ ഇത് ഏറെക്കുറെ നമുക്കൊരു 25 വീട്ടുകാർക്ക് കൊടുക്കാനുള്ളൊരു ഏകദേശം അല്ലേ, ഇല്ലേ, 23, 24, 23-25 വീട്ടുകാർക്കുള്ള സംഭവങ്ങളാണ് ഇപ്പം നമ്മൾ റെഡിയാക്കുന്നത്. ഇതിപ്പോൾ മൊത്തം 25 കിറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ നമുക്ക് അരി, നമ്മുടെ ചാലക്കുടി, നമ്മുടെ പരിയാരത്തെ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടുകാരൻ നമുക്കൊരു ചാക്ക് അരി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഞാനിങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാക്കായിട്ടാണ് തന്നെ. അതൊക്കെ നമ്മളിങ്ങനെ ഇതിനകത്ത് വരുന്ന 5 കിലോ അരിയാണ് കേട്ടോ. ഒരു ഫാമിലിക്ക് വരുന്ന 5 കിലോ അരി. അപ്പോൾ നമ്മളതങ്ങനെ ആ ചേട്ടൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 9:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. 11 മണിയാകുമ്പോൾ നമുക്ക് അവിടെ എത്തണം. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 15 വീട്ടുകാർക്കുള്ള സംഭവമാണ് നമ്മൾ ചെയ്തതെന്ന്. അപ്പം ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരും അവർ എന്നോട് പറഞ്ഞു, എന്തായാലും ആഗ്രഹിച്ചതല്ലേ, അപ്പം നമുക്ക് നിമിഷയുടെ നല്ല മനസ്സായതുകൊണ്ട് ആ മനസ്സിൻ്റെ കൂടെ ഞങ്ങൾ ഒരു വീതം ഞങ്ങളോട് തരുവാന്നും പറഞ്ഞിട്ട് ബാക്കി നമ്മളെ കുറച്ച് പേര് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോട് എന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് 25 കിറ്റുകൾ റെഡിയാക്കാൻ പറ്റിയത്. അവരോട് സ്പെഷ്യൽ താങ്ക് യു പറയുന്നു. അവർ പറഞ്ഞു, ഞങ്ങളിത് ചെറിയൊരു ഭാഗം മാത്രം ആയതുകൊണ്ടാണ് അവർ പേരൊന്നും പറയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേരൊന്നും പറയട്ടെ. എനിക്ക് പേരൊന്നും പറയാൻ ഒരു മടിയില്ല കേട്ടോ. എനിക്ക് ആ ഒരു സമയത്ത് എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്. ചെയ്യാൻ കാണിച്ച മനസ്സിന് നല്ലതാണ്. അപ്പോൾ നിമിഷം മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് എന്താ പറയുക, അവരും എന്നെ എന്താ പറയുക, ഈ ഒരു അവസരത്തിൽ അവരോട് ഏറ്റവും കൂടുതൽ നന്ദി ഞാൻ പറയുകയാണ്. കാരണം അറിയാലോ, എൻ്റെ എല്ലാ മാസവും എനിക്കൊരു 15 വീട്ടുകാർക്കുള്ള കിറ്റ് കാര്യങ്ങൾ റെഡിയാക്കാനായിരുന്നു എൻ്റെ ഒരു മനസ്സിൽ. അപ്പോൾ ദൈവം സഹായിച്ച് ഒരു 25 ഫാമിലിക്കുള്ളത് നമ്മളിതാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ അവരോടും നന്ദി പറയണു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം. ഓക്കെ.